ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എൻ്റെ റീസെറ്റ് റുട്ടീൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണ സമയത്ത് പ്ലാനർ ഉപയോഗിക്കുന്നത്, ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, മീൽ പ്ലാൻ തയ്യാറാക്കുന്നത്, ക്ലീനിങ്ങിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നതൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ചിലവർക്ക് ഡൗട്ടുണ്ട്, എന്താണ് പ്ലാനറിൽ എഴുതുന്നത്, എങ്ങനെയാണ് പ്ലാനർ ഉണ്ടാക്കിയത്, അതുപോലെ ബാക്കിയുള്ള ഈ ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കുന്നത് എന്ത് പുസ്തകത്തിലാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തെ പ്ലാനർ ഞാൻ എങ്ങനെ തയ്യാറാക്കിയെന്നും ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ പ്ലാനർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പ്ലാനർ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റ് പേജുള്ളൊരു നോട്ട്ബുക്ക് മേടിച്ചാൽ മതി. 200 പേജിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കത് ശീലമാണെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ചും കൂടി നല്ല ബുക്കൊക്കെ വാങ്ങാവുന്നതാണ്. ഈ ഒരു ബുക്കിൻ്റെ പേര് ഡോട്ടഡ് ജേർണൽ എന്നാണ്. ഈ ഒരു ജേർണലിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട്. ഞാൻ പിക്ചേഴ്സൊക്കെ വരച്ച് കളറൊക്കെ ചെയ്തിട്ടാണ് ജേർണൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കട്ടിയുള്ള പേജാണ് ഈ ബുക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ട് കളറൊന്നും സ്പ്രെഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരുപാട് തീമിലുള്ള പ്ലാനർ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ മാസവും ചെയ്യുമ്പോൾ ഇങ്ങനെ പല പല ഡിസൈനിലൊക്കെ ചെയ്യും. കാരണം കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടം അതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ പല ഡിസൈനിലുള്ള പ്ലാനറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതുപോലെ വരച്ചിട്ടൊക്കെ പിക്ചേഴ്സ് അയച്ചു തരാറുണ്ട്. ആ പിക്ചേഴ്സും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളും ഇതുപോലെ പ്ലാനർ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് എനിക്ക് അയക്കുകയാണെങ്കിൽ അടുത്ത പ്ലാനറിൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. malayali.mom.craft@gmail.com എന്ന് പറഞ്ഞ മെയിൽ ID-യിലോട്ട് 5 മുതൽ 6 പിക്ചേഴ്സ് വരെ നിങ്ങൾ നിങ്ങളുടെ പേര് സഹിതം എനിക്ക് അയച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓഗസ്റ്റ് മാസത്തെ പ്ലാനർ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ പേജിൽ നമ്മൾ ഓഗസ്റ്റ് എന്ന് എഴുതി അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കലണ്ടർ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ മാസത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്ത് വെക്കാനും മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ കലണ്ടർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ റിമൈൻഡേഴ്സ്, ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിമൈൻഡേഴ്സിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എഴുതണമെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, ഇതൊക്കെ റിമൈൻഡേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. ഗോൾസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ആ മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ മാക്സിമം എഴുതാം കേട്ടോ. കുറേ എഴുതി കഴിഞ്ഞാൽ എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ 3 എണ്ണമൊക്കെ നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിന് ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള തീമിലുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം ഞാൻ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട തീം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വരച്ചത്. ഈ പ്രാവശ്യം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിക്കേഴ്സിൻ്റെ പേര് കവായ് സ്റ്റിക്കേഴ്സ് എന്നാണ്. നല്ല ക്യൂട്ടാണിത് കാണാനായിട്ട്. ഈ ഒരു ബോക്സിന് 200 സംതിങ് പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ 100 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ പാക്കറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അതിലും കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. പ്ലാനർ വരയ്ക്കണയിൽ മാത്രമല്ല കാര്യം, നമ്മളത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയും കൂടി വേണം. പലപ്പോഴും സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ നന്നായി ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടിയാവും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാ ആഴ്ചയിലും ഞാൻ ഇതെങ്ങനെയാണ് വരച്ച് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഈ ഒരു പേജ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജ് ആയിട്ടുള്ള ഹാബിറ്റ് ട്രാക്കർ വരയ്ക്കാം. അപ്പോൾ ഈ ഒരു പേജ് ഹാബിറ്റ് ട്രാക്കറിന് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാബിറ്റുകൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ, ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ അതിലെന്തും ആവാം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, സെൽഫ് പ്രയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൽഫ് കെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള എന്ത് കാര്യമാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു 3 കാര്യങ്ങളോ 4 കാര്യങ്ങളോ അത്രയും മതി. സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതെല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുന്നത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണിത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാ ദിവസവും ജേർണൽ കൃത്യമായിട്ട് എഴുതും എന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം എഴുതിയിട്ട് അതിൻ്റെ നേരെ ആ ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് വെച്ചാൽ അത് മുഴുവനും ഇങ്ങനെ എഴുതി വയ്ക്കുക. 1 മുതൽ 31 വരെ. ഓരോ ദിവസം ചെയ്യുന്ന അനുസരിച്ച് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്യുക, ചെയ്യാത്ത ദിവസം കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണ്. അപ്പോൾ നമ്മൾ ഈ ജേർണലിൽ ഉൾപ്പെടുത്തുന്ന പേജുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്ലാനറിൽ എഴുതുന്ന പേജുകൾ നമ്മൾ ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള പേജുകൾ മാത്രം വരച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒരു വട്ടം വരച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത് വരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് എക്സാമ്പിൾസാണ് കാണിച്ചു തരുന്നത് എന്തൊക്കെയാണ് വരയ്ക്കേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു പേജ് നമ്മൾ വരച്ചതേ. അടുത്ത പേജിൻ്റെ പേരാണ് മൂഡ് ട്രാക്കർ. അപ്പോൾ ഈ ഒരു പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ ഫീലിങ്സ് ഒക്കെ എങ്ങനെയാണ്, സന്തോഷമാണോ, സങ്കടമാണോ, ദേഷ്യമാണോ, അല്ലേ, ഓരോ സമയത്ത് നമുക്കിങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേജ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 31 ദിവസങ്ങളെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 31 സർക്കിളോ അങ്ങനെ എന്തെങ്കിലും വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 31 ബലൂണിൻ്റെ പിക്ചർ വരച്ചു കൊടുക്കണേ. നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാട്ടോ, പൂക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതിനുശേഷം നമ്മുടെ ഓരോ ഫീലിങ്സിലും നമ്മൾ ഓരോ കളേഴ്സ് തീരുമാനിക്കുക. ഇപ്പോൾ സന്തോഷമാണെങ്കിൽ നമുക്ക് യെല്ലോ കളർ, അല്ലെങ്കിൽ കുറച്ച് സന്തോഷമുള്ളെങ്കിൽ പിങ്ക് കളർ, നമ്മൾ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഗ്രീൻ കളർ, ഇനി സങ്കടമായിട്ടാണ് ഇരിക്കണമെങ്കിൽ ബ്ലൂ കളർ. അപ്പോൾ 1-ാം തീയതി നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നെങ്കിൽ നമ്മൾ ഏത് കളർ കൊടുക്കണം? യെല്ലോ ആണ് കൊടുക്കേണ്ടത്. 2-ാം തീയതി കുറച്ച് ഹാപ്പി ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിങ്ക് കളർ. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്ന് കഴിയുന്തോറും
ചിലപ്പോൾ പല പല കളറായിരിക്കും, ചിലപ്പോൾ എല്ലാ ദിവസവും ഹാപ്പി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പേജ് കാണുമ്പോൾ. അതിന് വേണ്ടിയുള്ള പേജാണിത്. അടുത്ത സെക്ഷൻ്റെ പേരാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ ഞാനൊരു പേജിൽ 6 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഭാഗമായിട്ട് തിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ചീശം എഴുതണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോക്സ് വരച്ചാൽ മതി. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ എഴുതണമെങ്കിൽ, കുറേ എഴുതുന്നവരാണെങ്കിൽ വലിയ ബോക്സൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി അധികം നമുക്ക് സെക്ഷനൊക്കെ വലിപ്പം കൂട്ടാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ദിവസവും അതിൻ്റെ തീയതിയും എഴുതി അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. കുട്ടികളൊക്കെ ഡയറിയിൽ ഹോംവർക്ക് എഴുതി വയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ നമ്മൾ എഴുതി വയ്ക്കാം. നമ്മൾ പ്ലാനർ എഴുതി കഴിയുമ്പോൾ നമ്മളത് എല്ലാ ദിവസവും വൈകുന്നേരം എടുത്ത് നോക്കണം കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം നോക്കുകയും വേണം, അതിലാവശ്യമുള്ളത് എഴുതുകയും വേണം. അങ്ങനെയാണ് മാത്രമേ പ്ലാനർ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. ബുക്കിൽ എഴുതാനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പ്ലാനർ ഉപയോഗിക്കാൻ പലപ്പോഴും മടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇത് വരച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് പ്ലാനർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊരു 7 ദിവസത്തേക്കുള്ളത് വരച്ചിട്ട് അത് ഉപയോഗിച്ച് നോക്ക്. കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത 7 ദിവസത്തെ വരച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അതുപോലെ ഡേറ്റും തീയതിയൊക്കെ ആവശ്യം അനുസരിച്ച് എഴുതി കൊടുക്കുക. അങ്ങനെ നമ്മുടെ പ്ലാനർ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു. എൻ്റെ പ്ലാനർ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് എൻ്റെ ക്ലീനിങ് പ്ലാൻ, അത് ഞാനിത് ഈ ഒരു പേജിൽ ഇങ്ങനെ എഴുതിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഓരോ റൂം വെച്ചിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടി 2 ദിവസവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ഓരോ ആഴ്ചയും ഏത് റൂമാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അതെല്ലാ മാസവും സെയിം റുട്ടീനാണ് ഫോളോ ചെയ്യണേ. അതെനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു റുട്ടീനാണ്. അപ്പോൾ അത് എഴുതിയിട്ടുള്ള ആ ലിസ്റ്റ് ഞാൻ ഇവിടെ എൻ്റെ റൂമിൽ കാണുന്ന പോലെ വെച്ചിട്ടുണ്ട്. അതെല്ലാ മാസവും ഒരുപോലെ ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് ഫോളോ ചെയ്യണത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്മാർട്ട് ക്ലീനിങ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കി കൂടുതൽ അതനുസരിച്ച് ചെയ്യാം. ഞാൻ ഓരോ ആഴ്ചയിൽ ഏത് റൂമാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ അലാറം സെറ്റ് ചെയ്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ ആ ഡേറ്റ് ആകുമ്പോൾ അലാറം അടിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തിരക്കിൽ വിട്ടാൽ മറന്നു പോകാതിരിക്കാനാണ് ഞാനതിൻ്റെ ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് മീൽ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഞാൻ സാധാരണ പേപ്പറിലാണ് ഫുള്ളും റഫായിട്ട് ആദ്യം എഴുതുക. അതിനുശേഷം എൻ്റെ കയ്യിൽ വൈറ്റ് ബോർഡ് ഉണ്ട്. ആ വൈറ്റ് ബോർഡിൽ ഞാൻ എഴുതി വെക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ബോർഡ് ഇല്ലെങ്കിൽ പേപ്പറിൽ എല്ലാ ആഴ്ച എഴുതി ഇങ്ങനെ വെച്ചാൽ മതി. വൈറ്റ് ബോർഡ് ഞാൻ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ. കനം കുറഞ്ഞ കാർഡ് ബോർഡിൽ ഞാൻ വൈറ്റ് ബോർഡിൻ്റെ സ്റ്റിക്കർ മേടിക്കാൻ കിട്ടും, ഇങ്ങനത്തെ ഷീറ്റ്. അത് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേപ്പറിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഇത് ഞാനിങ്ങനെ ഇങ്ങനത്തെ ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട്, പേപ്പറാണെങ്കിൽ പേപ്പർ, അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ബോർഡ് ഇങ്ങനെ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെക്കും കേട്ടോ. മാഗ്നറ്റ് ഇങ്ങനത്തെ കുഞ്ഞു മാഗ്നറ്റ് മേടിക്കാൻ കിട്ടും. അത് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഇതിങ്ങനെ വെക്കാം. അപ്പോൾ നമുക്കതെപ്പോഴും കാണാൻ പറ്റും. നാലാമതായിട്ട് ഷോപ്പിംഗ് ലിസ്റ്റ് ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ വീട്ടിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. അതിന് ശേഷം മീൽ പ്ലാൻ തയ്യാറാക്കിയാൽ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അതെല്ലാം അങ്ങനെ ഓരോ ദിവസവും കിട്ടുന്നതൊക്കെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വയ്ക്കും, റഫ് ബുക്കിൽ. അതിനുശേഷം ഇത് മുഴുവനും ഞാൻ എൻ്റെ ഫോണിലുള്ള നോട്ട് പാഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, നോട്ട് പാഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പോയിട്ട് ഞാൻ ഈ ഷോപ്പിംഗ് ലിസ്റ്റിൽ നിന്ന് എഴുതിയിട്ട് ഇതെല്ലാ ഐറ്റംസും അതിൽ എഴുതി വയ്ക്കും. ഞാൻ എപ്പോഴും എൻ്റെ ഫോണിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഫോൺ എന്തായാലും മറക്കാതെ കൊണ്ടുപോകും. പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ ഞാൻ ഈ ലിസ്റ്റ് എടുത്ത് എല്ലാ ഐറ്റംസും അപ്പോൾ മേടിക്കും. അതാണ് പതിവ്. ഇതിങ്ങനെ ഫോണിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പ്ലാനർ, മീൽ പ്ലാൻ, ഷോപ്പിംഗ് ലിസ്റ്റ്, ക്ലീനിങ് ലിസ്റ്റൊക്കെ സൂക്ഷിക്കുന്നത്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പിക്ചേഴ്സ് അയച്ചു തന്നിരുന്നു, ഞാൻ പറഞ്ഞല്ലോ പ്ലാനറിൻ്റെ. ആ പിക്ചേഴ്സ് നമുക്ക് കാണാം. പ്രിയ ആൻ്റണി, സിന്ധു അനിൽ, ഹഫ AF, നക്ഷത്ര, ആദിത്യ. പിക്ചേഴ്സ് അയച്ചെന്ന് എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. അടുത്ത പ്രാവശ്യം നിങ്ങളും തീർച്ചയായിട്ടും പിക്ചേഴ്സ് അയച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.